ഹായ് വെൽക്കം ടു ദി സെക്കൻഡ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ ആണ്. അപ്പം ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ നെയിമിൽ തന്നെ ഉണ്ട്. ഹൗസിൻ്റെ പ്രൈസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകളൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നും അതുപോലെ തന്നെ അത് കെട്ടാനായിട്ട് എത്ര ചിലവായി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അടുത്തുള്ളൊരു 100 വീടിൻ്റെ ഡേറ്റ നമ്മൾ എടുത്ത് അതൊരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ എക്സൽ ഷീറ്റ് വെച്ച് അല്ലെങ്കിൽ ഈ ഡേറ്റ വെച്ച് നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ഇത്രയും സ്ക്വയർ ഫീറ്റ് വരുന്ന സമയത്ത് ഇത്ര രൂപയാണ് ആവുന്നത്, ഇത്രയും സ്ക്വയർ ഫീറ്റ് വരുന്ന സമയത്ത് ഇത്ര രൂപയാണ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റയിൽ നിന്ന് മെഷീൻ ലേൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് എത്ര രൂപയാണ് മാറ്റം വരുന്നത്. അപ്പോൾ അതിനകത്ത് പല ബയാസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ലക്ഷറി രീതിയിൽ വീട് കെട്ടുന്ന ഒരാൾ, അല്ലെങ്കിൽ വളരെ മിനിമലായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വീട് കെട്ടുന്ന ഒരാൾ, ഇവർ രണ്ടാളും സ്ക്വയർ ഫീറ്റ് സെയിം ആണെങ്കിൽ പോലും അവിടെ ചിലപ്പം പ്രൈസിന് ഡിഫറൻസ് നമുക്ക് കാണാം. പക്ഷേ ഇതിൽ നിന്നെല്ലാം ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുക എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ കൺക്ലൂഷനാണ് നമ്മൾ മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നംപൈ എന്ന് പറയുന്ന ലൈബ്രറി നമുക്ക് നമ്പേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ലൈബ്രറിയാണ് നംപൈ എന്ന് പറയുന്നത്. അറേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്താണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മാറ്റ്പ്ലോട്ട്ലിബ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഹൗസ് പ്രൈസും അതേപോലെ തന്നെ അതിൻ്റെ സ്ക്വയർ ഫീറ്റും തമ്മിൽ ഒരു ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷനാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷനാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ എക്സ് വാല്യൂസും വൈ വാല്യൂസും എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ അവിടെ എന്തായിരിക്കും? സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വീട് എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ചൊരു 5 ഡേറ്റയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 500 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ ഫീറ്റ്, 2500 സ്ക്വയർ ഫീറ്റ്, ഇത്തരം ഡേറ്റകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിനെ നമ്മൾ റീഷേപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു 2D അറയാണ്, ഇതൊരു 1D അറയാണ്. ഇതിനെ നമ്മളൊരു 2D അറയാക്കി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റീഷേപ്പ് ഓഫ് -1 എന്ന് കോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SK-Learn ഈ ഒരു 2D അറയാണ് ആവശ്യം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്രഡിക്ഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ആൻഡ് വൈ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് എത്ര ഈ എക്സ് വാല്യൂസിന് വന്ന വിലയാണ്. 500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് കെട്ടാനായിട്ട് നമുക്ക് 10 lakhs ചിലവായി, അല്ലെങ്കിൽ ഒരു 1 lakh ചിലവായി. ഈ ഒരു ഡേറ്റയാണ് ഇവിടെ നമ്മൾ വൈ വാല്യൂസിന് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും ഡോളേഴ്സ് ചിലവായി എന്നുള്ളതാണ്. അപ്പം ഈ എക്സ് വാല്യൂസും വൈ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മോഡൽ സെലക്ട് ചെയ്യുക, മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ മോഡൽ ഓൾറെഡി സെലക്ട് ചെയ്തു, ലീനിയർ റിഗ്രഷൻ ആണ്. അപ്പോൾ എന്താണ് ലീനിയർ റിഗ്രഷൻ എന്നുള്ളത് നോക്കാം. ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പോയിന്റ്സ്, ഇപ്പോൾ എക്സ് വാല്യൂസും വൈ വാല്യൂസും, ഇവിടെ നമ്മളിപ്പം എക്സ് ആക്സിസിൽ ഹൗസിൻ്റെ സ്ക്വയർ ഫീറ്റ് ആണെന്ന് വിചാരിച്ചു. വൈ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസാണ്. അപ്പോൾ എത്ര രൂപ ചിലവായി എന്നുള്ള പ്രൈസാണ്. അപ്പം ഇവിടെ ഇതിനകത്തുനിന്ന് ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ വീടുകളാണ്. അപ്പോൾ ആ വീടിൻ്റെ ചിലവായ പൈസ അതാണ് അതിന് നേരെ പോയി കഴിഞ്ഞാൽ വൈ ആക്സിസിൽ ഉണ്ടാവുക. അങ്ങനെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ മുട്ടുന്ന സമയത്ത് അവിടെയുള്ള ആ വാല്യൂ ആണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ എക്സ് വാല്യൂസും വൈ വാല്യൂസും വെച്ച് പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകളാണ് അവിടെ ഉള്ളത്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ലൈൻ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഈ ലീനിയർ റിഗ്രഷൻ മോഡൽ ചെയ്യുന്നത്. ഈ ലൈൻ ആയിരിക്കും നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ എന്താ പ്രഡിക്റ്റ് ചെയ്യുന്നത്? ഈ ലൈനിൽ എക്സിൽ നിന്ന് മുകളിലോട്ട് ഒരു വര വരയ്ക്കുമ്പോൾ ഈ ലൈനിൽ തൊടുന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിൽ നിന്ന് വൈയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വൈ വാല്യൂ ആയിരിക്കും എക്സ് ആക്സിസിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ പോയിന്റ്, അതായത് അത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് കെട്ടാനായിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ലീനിയർ റിഗ്രഷനിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഈ ലീനിയർ റിഗ്രഷൻ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. മോഡൽ ഡോട്ട് ഫിറ്റ് ഓഫ് എക്സ് കോമ വൈ. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വൈ പ്രഡിക്ഷൻ. വൈപ്രെഡ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് ഓഫ് എക്സ്. ഈ എക്സ് വാല്യൂസിൽ ഇവിടെ നമ്മൾ ട്രെയിനും ടെസ്റ്റും ഒന്നും ചെയ്യുന്നില്ല, കാരണം കുറച്ച് വാല്യൂസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈപ്രെഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളോട്ട് കംപ്ലീറ്റ്ലി ഈ എക്സ് വാല്യൂസിനെ മുഴുവൻ പ്രഡിക്റ്റ് ചെയ്തിട്ട്, എക്സ് വാല്യൂസിന് വരാൻ ചാൻസ് ഉള്ള പ്രൈസസ് മുഴുവൻ പ്രഡിക്റ്റ് ചെയ്തിട്ട് വൈപ്രെഡ് എന്ന് പറയുന്ന വേരിയബിളോട്ട് എടുത്തിട്ടു. ആൻഡ് ഇവിടെ ചെയ്യാൻ പോകുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ ഹൗസ് സൈസ് എന്ന് പറഞ്ഞിട്ട് പുതിയ 1800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് എത്ര ചിലവാകുമെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം 1800-നെ ഒരു അറേ ആക്കി വെച്ചു.
എന്നിട്ട് നമ്മൾ പ്രഡിക്റ്റഡ് പ്രൈസ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് ഓഫ് ന്യൂ ഹൗസ് പ്രൈസ്, അതായത് ന്യൂ ഹൗസ് സൈസ്. അപ്പോൾ 1800 സൈസുള്ള 1800 സ്ക്വയർ ഫീറ്റ് സൈസുള്ള ഒരു വീടിന് എത്ര രൂപ ചിലവാകുമെന്നുള്ളത് പ്രഡിക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എടുത്തിട്ടു. എന്നിട്ട് പുതിയ ഹൗസിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ എത്ര രൂപ ചിലവാകുമെന്നുള്ളതും ജസ്റ്റ് അവിടെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് PLT വെച്ചിട്ട് നമ്മളിത് മുഴുവൻ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. py സ്പേസ് HOUSE.py. അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഡിക്റ്റഡ് പ്രൈസ് ഫോർ ദി ഹൗസ് സൈസ് ഓഫ് 1800 സ്ക്വയർ ഫീറ്റ് ഈസ് ഇത്രയും രൂപയാണ്, $3,60,000 ആണ് ഇതിന് ചിലവാകുന്നത് എന്നുള്ളതാണ് അവിടെ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫിഗർ കാണാം. ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിവിടെ ലൈന് എത്തിയിട്ടുണ്ട്. അതായത് ഇതെല്ലാം ഡാറ്റ പോയിൻറ്റ്സ് ആണ്. 500 സ്ക്വയർ ഫീറ്റിന് 1 ലക്ഷം രൂപ ചിലവായി, 1000 സ്ക്വയർ ഫീറ്റിന് 2 ലക്ഷം രൂപ ചിലവായി. ഈ നീല പോയിന്റ്സ് കാണുന്ന എല്ലാം ഇതിലെ ആക്ച്വൽ വീടുകളാണ്. ഇവിടെ നമ്മൾ ഒരു പുതിയ പ്രഡിക്ഷൻ നടത്തിയത് 1800 സ്ക്വയർ ഫീറ്റ് പോകുന്ന സമയത്ത് എത്രയായിരിക്കും അതിന് ചിലവാവുക. അപ്പോൾ നമ്മളവിടെ ഒരു ഗ്രീൻ പോയിന്റ് കാണാം. അപ്പോൾ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് റെഡ് ലൈനാണ്. ഈ ഗ്രീൻ പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1800 സ്ക്വയർ ഫീറ്റിന് നേരെ മുകളിലുള്ള റെഡ് ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ ഇതിന്ന് നേരെ വൈ വാല്യൂവിലേക്ക് വരച്ചു കഴിഞ്ഞാൽ 3,60,000 രൂപയാണ് അതിന് ചിലവാകുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ ചെയ്യുകയാണ്. അപ്പം അത് യൂസിങ് ലീനിയർ റിഗ്രഷൻ. അപ്പോൾ ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെങ്ങനെയാണ് നമുക്കൊരു പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഈ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഈ കോഡിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. താങ്ക് യു.